ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ജില്ലയിലെ ഒരേ ഒരു വെള്ളച്ചാട്ടം തേടിയാണ്. അതെ, മാവേലിക്കര താലൂക്കിലെ താമരക്കുളത്തുള്ള ഇരപ്പംപാറ വെള്ളച്ചാട്ടം തേടിയാണ് ഇന്നത്തെ യാത്ര. താമരക്കുളത്തു നിന്നും ഏകദേശം 500 മീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇരപ്പംപാറ വെള്ളച്ചാട്ടം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഇരപ്പംപാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം. ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ ഈടാക്കുന്നതാണ്. ജില്ലാ ശുചിത്വ മിഷൻ ആലപ്പുഴ. ഇവിടെ ഒരു ക്ലോക്ക് ടവറിന്റെയും പാലത്തിന്റെയും ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് ഇവിടെ ഈ പാലവും മറ്റും നിർമ്മിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഒരേ ഒരു വെള്ളച്ചാട്ടമാണ് താമരക്കുളത്തുള്ള ഇരപ്പംപാറ വെള്ളച്ചാട്ടം. മഴ സമയത്താണ് ഇവിടെ കൂടുതൽ വെള്ളച്ചാട്ടം കാണാൻ ഭംഗിയുള്ളത്. ഞങ്ങൾ ചെന്നപ്പോൾ മഴയൊക്കെ കുറവുള്ള സമയമായിരുന്നു. ഇരപ്പൻപാറ വെള്ളച്ചാട്ടം എന്ന പേര് പോലെ തന്നെ ഇരമ്പിയുള്ള ഒരു ശബ്ദമാണ് ഈ വെള്ളച്ചാട്ടത്തിന്. താഴ്വശമാണ് കേട്ടോ. ഈ വെള്ളച്ചാട്ടം വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ്. ഇവിടോട്ട് ഇറങ്ങി നോക്കിയാലോ. അടിപൊളി തണുപ്പാ. മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന ഒരു ലൊക്കേഷനാണ് ഇത് കേട്ടോ, ഇരപ്പൻപാറ വെള്ളച്ചാട്ടം. അപ്പോൾ ഗൈസ്, ഈ വെള്ളച്ചാട്ടത്തിന്റെ വികസന പദ്ധതികളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട താമരക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. താമരക്കുളം പഞ്ചായത്തിലെ ഇരപ്പൻപാറ, അതായത് റെയിൻബോ വാട്ടർഫാൾസ് ആൻഡ് ഇക്കോ ടൂറിസം പ്രോജക്റ്റ്, ആലപ്പുഴ ജില്ലയിലെ ഏക വെള്ളച്ചാട്ടമാണ് ഇരപ്പൻപാറ വെള്ളച്ചാട്ടം. അത് താമരക്കുളം പഞ്ചായത്ത് ഭരണസമിതി, അത് ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതായത് ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച്. ഒരു പഞ്ചായത്തിന് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഏറ്റെടുക്കാം. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് 60% തുകയും തരും, 40% തുക പഞ്ചായത്തും വഹിക്കണം. അത്തരത്തിലുള്ളൊരു പ്രോജക്റ്റാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിനകത്തിൽ ആദ്യം 30 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സമർപ്പിച്ചത്. 40% തുക പഞ്ചായത്ത് വഹിക്കും, 60% തുക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും വഹിക്കും. ഇത് കൂടാതെ നമ്മൾ ഏകദേശം ഈ ടൂറിസം പ്രോജക്റ്റ് കൂടാതെ അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു മനോഹരമായ ഒരു താമരക്കുളം തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് അതിനകത്ത് ഇത് കൂടാതെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്, ഇലക്ട്രിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്, ഒരു മിനി മാസ്റ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ടോയ്ലറ്റ് കോംപ്ലക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വാട്ടർ വീല് അതിനകത്ത് ഇത് കൂടാതെ ഉണ്ട്. വാട്ടർ വീലെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വാട്ടർ വീല്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളോടും കൂടിയതാണ് ഒന്നാം ഘട്ടമെന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷമാണ് രണ്ടാം ഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പണി ഏകദേശം 60% പണിയോളം പൂർത്തിയായി. ബാക്കി 40% പണി വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്ന നടപടിക്രമങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് എത്ര ലക്ഷം രൂപ ചിലവാക്കിയാണ്? ഇപ്പം മൊത്തത്തിൽ 55 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൻ്റെ പരിപാടിയാണ്, പ്രോജക്റ്റാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ളതാണ് ആ ക്ലോക്ക് ടവർ അല്ലേ? പിന്നെ കൂടാതെ അതിനകത്ത് ആൾക്കാർക്ക് കയറാൻ പറ്റുമോ അതോ
കയറാൻ പറ്റത്തില്ല. അതൊരു ആകർഷകമായിട്ട് മേളിൽ ക്ലോക്ക് 4 വശത്തോട്ടും ക്ലോക്കും ഒക്കെ വെച്ചിട്ട് പിന്നെ അത് കാണുന്നതിന് വേണ്ടി മാത്രമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വന്നേക്കുന്ന നടപ്പാലം ഇങ്ങോട്ട് വന്നിട്ട് ഒരു തൂക്കുപാലമാണ് സെൻറ്ററിൽ കാണുന്നത്. ഇപ്പോൾ ഫിക്സഡ് പാലമാണെങ്കിലും അതിന് തൂക്കുപാലത്തിൻ്റെ മോഡലാക്കും നമ്മൾ. അതാണ് നിലവിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഞാൻ ഈ പറഞ്ഞ പ്രോജക്റ്റ് എല്ലാം കൂടെ വലിയ താമസമില്ലാതെ നടപ്പാകുന്നത്. താഴോട്ട് വൃത്തിയാക്കുന്നുണ്ടോ? താഴോട്ട് കാടൊക്കെ വെട്ടിത്തെളിച്ച് മൊത്തം കാട് വെട്ടിത്തെളിച്ചിട്ട് അവിടെ സൈഡിലൊക്കെ മുള വെച്ച് പിടിപ്പിക്കും, മുളം തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കും. അതിൻ്റെ എല്ലാം പ്രോജക്റ്റ് ഇതിനകത്തിലുണ്ട്. അത് ആ മറിഞ്ഞു വീണ് കിടക്കുന്ന മരങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കും. അവിടെ ഒരു വലിയൊരു കുളം നമ്മൾ ഉണ്ടാകും. നല്ല ഭംഗിയാകും സംഭവമൊക്കെ. ഒരു 3-4 മാസം കൊണ്ട് ആ 1-ാം ഘട്ടം നമ്മൾ പൂർത്തീകരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം.